മേപ്പാടി കള്ളാടി തുരങ്കപാതയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി തേടിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖകൾ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയും വനംവകുപ്പ് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ല. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി പ്രദീപ് കുമാർ വനംവകുപ്പ് ആസ്ഥാനത്ത് നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് മറുപടി ലഭിച്ചത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരപേക്ഷയും വനംവകുപ്പ് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി. 650 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി നീക്കിവെച്ചത്. സർവേ പ്രവൃത്തികൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്ര ബൃഹത്തായ പദ്ധതിയുടെ പ്രാഥമിക അനുമതി പോലും നേടാതെ ഇതിൻ്റെ ലോഞ്ചിങ് ഉൾപ്പെടെ നടത്തിയത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രമാണെന്ന് ഉദ്ഘാടന വേളയിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. വയനാട് തുരങ്കപാത ഒരിക്കലും ഗമിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ നിലപാട് ശരിവെക്കുന്നതാണ് സർക്കാരിൻ്റെ സമീപനമെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ ബാദുഷ പറഞ്ഞു. തുരങ്കപാത ഒരു തട്ടിപ്പും രാഷ്ട്രീയ ഗിമ്മിക്കുമാണെന്നുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ ആക്ഷേപം 100% ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരാവകാശ രേഖ. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയോ സംസ്ഥാന സർക്കാരോ ഇത് എത്രമാത്രം ഗൗരവത്തിലാണ് എടുക്കുന്നതിനുള്ള ഉദാഹരണം കൂടിയാണിത്. ഇതൊരു മഹാ തട്ടിപ്പാണ്, ഒരിക്കലും നടപ്പിലാക്കാത്ത ഒരു പദ്ധതിയാണ്. ജിൻസ് തോട്ടുങ്കര, വയനാട് വിഷൻ, കൽപ്പറ്റ.